ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിലെ 11ാമത്തെ ദിവസത്തെ പരീക്ഷയാണിന്ന്. ഇന്ന് തന്നിരുന്ന ടോപ്പിക്കിൽ നിന്നും സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും 20 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യമേ ഓർമ്മിക്കുന്നു, അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് അടിക്കരുത്. ചോദ്യം വായിച്ച് 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആ ശീലം പതുക്കെ വളർന്നോളും. അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യാനും പറ്റും. ഒന്ന്, ജീവിക്കുന്ന ഫോസിൽ വനങ്ങളായി വിശേഷിപ്പിക്കുന്ന വനങ്ങളേത്? ഇലപൊഴിയും വനങ്ങൾ, സൂചികാഗ്രിത വനങ്ങൾ, ഹരിതവനങ്ങൾ, ചോലവനങ്ങൾ. 2, ഗൂർഖാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്നത് ഏത് സംസ്ഥാനത്താണ്? വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, നാഗാലാൻഡ്. 3, മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയം ഉൽപ്പന്നം, നിലക്കടല, നാളികേരം, സോയാബീൻ. 4, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ഡൽഹി, കൊൽക്കത്ത, മദ്രാസ്, ബാംഗ്ലൂർ. 5, ബാലവേല നിരോധന നിയമം നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? 15, 16, 14, 17. 6, പഴശ്ശിയുടെ സഹപോരാളിക്ക് വയനാട്ടിലെ പനമരത്ത് സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട്. പ്രസ്തുത പോരാളിയുടെ പേരെന്താണ്? രായരു നമ്പ്യാർ, തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ. ഇവരാരുമല്ല. 7, വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിലടങ്ങിയിരിക്കുന്ന രാസവസ്തു? മഗ്നീഷ്യം സൾഫേറ്റ്, അലുമിനിയം സൾഫേറ്റ്, ബേരിയം ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ്. 8, ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിന്റെ അംശങ്ങളെയും സംഭരിച്ചു വെക്കുന്ന അവയവം ഏതാണ്? കരൾ, വൃക്ക, ത്വക്ക്, ആമാശയം. 9, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. 10, ഹരിതവാതകം എന്നറിയപ്പെടുന്ന വാതകം? ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. 11, ഒരു ക്വയർ എത്ര എണ്ണമാണ്? 2, 12, 20, 24. 12, കൊടുങ്ങരപ്പള്ളം പുഴ എവിടെ സ്ഥിതി ചെയ്യുന്നു? നിലമ്പൂർ, കൊടുങ്ങല്ലൂർ, അട്ടപ്പാടി, ചാലക്കുടി. 13, കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം? മലനാട്, ഇടനാട്, തീരപ്രദേശം, പീഠഭൂമി. 14, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി, കാസർഗോഡ്, കോഴിക്കോട്, അമ്പലവയൽ. 15, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? പട്ടാമ്പി, ഓടക്കാലി, വെള്ളാനിക്കര, കുന്നംകുളം. 16, അരുവിക്കുഴി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ. 17, തൂവാനം വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട്, ഇടുക്കി, കൊല്ലം, തിരുവനന്തപുരം. 18, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്? മലമ്പുഴ, ഇടുക്കി, ചെറുതോണി, ബാണാസുര സാഗർ. 19, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി? കുറ്റ്യാടി, മണിയാർ, കുത്തങ്കൽ, കല്ലട. 20, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ വർഷം? 1936, 1937, 1940, 1941. അപ്പം ഇത്രയാണ് 20 ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിക്കുക. 1, ജീവിക്കുന്ന ഫോസിൽ വനങ്ങളായി വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏത്? ഓപ്ഷൻ ഡി, ചോലവനങ്ങൾ. 2, ഗൂർഖാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടന്നത്? ഓപ്ഷൻ എ, വെസ്റ്റ് ബംഗാൾ. 3, മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? ഓപ്ഷൻ എ, പെട്രോളിയം ഉൽപ്പന്നം. 4, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ്? ഓപ്ഷൻ എ, ഡൽഹി. 5, ബാലവേല നിരോധന നിയമം നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഓപ്ഷൻ സി, 14. 6, പഴശ്ശിയുടെ സഹപോരാളിക്ക് വയനാട്ടിലെ പനമരത്ത് സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട്. പ്രസ്തുത പോരാളിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി, തലക്കൽ ചന്തു. 7, വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്നത്? ഓപ്ഷൻ ഡി, സിൽവർ നൈട്രേറ്റ്. 8, ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിന്റെ അംശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്നത്? ഓപ്ഷൻ എ, കരൾ. 9, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഓപ്ഷൻ ബി, മ്യാൻമാർ. 10, ഹരിതവാതകം എന്നറിയപ്പെടുന്ന വാതകം? ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ്. 11, ഒരു ക്വയർ എത്ര എണ്ണമാണ്? ഓപ്ഷൻ ഡി, 24. 12, കൊടുങ്ങരപ്പള്ളം പുഴ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, അട്ടപ്പാടി. 13, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം? ഓപ്ഷൻ എ, മലനാട്. 14, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, കോഴിക്കോട്. 15, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, വെള്ളാനിക്കര. 16, അരുവിക്കുഴി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, കോട്ടയം. 17, തൂവാനം വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി, ഇടുക്കി. 18, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്? ഓപ്ഷൻ ബി, ഇടുക്കി. 19, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ ബി, മണിയാർ. 20, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി, 1940. ഇവിടെ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൊടുങ്ങരപ്പള്ളം പുഴ, അത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്?
പുനർജനി എന്ന് പറഞ്ഞിട്ട് അട്ടപ്പാടിയിൽ വീണ്ടും നീരൊഴുക്കുണ്ടായ നദിയാണിത്. കൊടുങ്ങരപ്പള്ളം പുഴ ഭവാനിയിൽ ചെന്ന് പതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കോളത്തിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം മലനാട്, അത് ആ മാപ്പിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം, അതിലേറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള ആ മെറൂൺ കളറാണ് ഇത്, മലനാട് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ പരിശോധിച്ച ശേഷം നെഗറ്റീവ് മാർക്കും കമൻറ്റ് ചെയ്യുക. നാളത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേരള ഫാക്ട്സ് 3 ലെസൺ. അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കിയത് 11, 12, 13 അത്രയാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുക. ആദ്യം നിങ്ങൾ 2, 3, 4 നോക്കി, പിന്നെ 5, 6, 7 നോക്കി, 8, 9, 10 ഇന്ന് നോക്കി, ഇന്നലെ നോക്കി, 11, 12, 13 ഇന്നലെ നോക്കിയത്, ഇന്നത്തെ ടോപ്പിക്കിൽ നോക്കിയത്. ഇനി നെക്സ്റ്റ് 3 ലെസൺ 14, 15, 16, അതായത് നിങ്ങൾ ഇന്ന് നോക്കിയതിൻ്റെ തൊട്ടടുത്ത 3 ലെസൺ കേരള ഫാക്സിലത്തെ തന്നെ എന്ത് ചെയ്യുക നോക്കുക. അതും കൂടെ നോക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഒന്ന് മാറ്റി പിടിക്കാം. കാരണം നമ്മൾ ഡിസ്ട്രിക്റ്റ് ഒക്കെ അവിടെ ഇട്ട് വന്നിട്ടുണ്ടല്ലോ, 7 ഡിസ്ട്രിക്റ്റ് പഠിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള ഫാക്സ് 3 ലെസൺ നോക്കുക. സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്റർ നോക്കുക. അത് ഇപ്പം തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ പുറകിൽ ആഡ് ചെയ്ത് തരും. ഇംഗ്ലീഷ് മലയാളം വേർഡ്സ് നോക്കുക. നമ്മൾ ഗ്ലോസറി എന്ത് ചെയ്യുന്നുണ്ട്, 5, 6 വേർഡ്സ് ഒക്കെ ആയിട്ട് ഇട്ടിരുന്നത് അതെന്തായാലും പഠിച്ച് പോവുക. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നിച്ചൊരു എക്സാം നടത്തുകയും ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടാത്തത്. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, PDF ആൾറെഡി ഇട്ട് തരുന്നുണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ബബിൾ ചെയ്യണമെന്നല്ലേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ എളുപ്പപ്പണിയാണ്. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, PDF വെച്ചിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്യുക. പിന്നെ തുടക്കത്തിലുണ്ടായിരുന്ന എനർജി 10 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്ന് ഡിമ്മാവാറുണ്ട്. ഏത് എത്ര വലിയ പഠിക്കുന്ന ആളാണെങ്കിലും തുടക്കം ഭയങ്കര എനർജിയാണ്. അതിപ്പോൾ നമ്മൾ സ്കൂളിൽ ചേർത്താലും നമുക്കറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് ജയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ചാപ്റ്ററിന്റെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഭയങ്കര മാർക്കായിരിക്കും, ഒടുക്കത്തെ മാർക്ക്. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. എന്ന പോലെയാണ് PSC പഠനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ദിവസം ഭയങ്കര പഠനമാണ്. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പോഴൊന്നും പരീക്ഷ എടുക്കാൻ പോകുന്നില്ല, ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് നമ്മളെ പുറകോട്ട് തന്നെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് വേറെ ഒരാളും ജോലി കൊണ്ടു തരില്ല. നിങ്ങൾ നേടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഒരു സേഫ് സോണിലേക്ക് എത്തുകയുള്ളൂ. ഇപ്പം അടിപിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഭാവിയിലും നമ്മൾ ഇതേ ഇരുത്തം ഇരിക്കേണ്ടി വരും. നാളെ ഞാൻ എന്ത് ചെയ്യും, നാളെ എങ്ങനെ അധ്വാനിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം ഈ കാണുന്ന മടിക്ക് സ്വയം പണി കൊടുത്തോളുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടി പിടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. വേറെ ആ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് വേറെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാം, കുഴപ്പമില്ല. പക്ഷെ അപ്പം തന്നെ എന്ത് ചെയ്തോണം, തിരിച്ചു കൊടുത്തോണം, പഠിച്ചോണം. കാരണം നമ്മൾ എടുക്കുന്ന റെസ്റ്റ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ആരാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഒരു റാങ്ക് മുന്നിൽ കയറാനുള്ള റെസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ നമ്മളെ ഈ കൂടെ കാണുന്ന ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊരു വില കൊടുക്കുക. ആ വില കൊടുത്തു കഴിഞ്ഞാൽ നാളെ എനിക്കും ഒറ്റക്കാലിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടെ പഠിച്ചോ. കാരണം ഇന്ന് ഞാൻ ഇവരുടെ ഇടയിലൊക്കെ നിന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും, പക്ഷേ നാളെ ചിലപ്പോൾ എനിക്കിതുപോലെ ഇടയിൽ നിൽക്കാനുള്ളൊരു അവസരം കിട്ടിയെന്ന് വരില്ല എന്നുള്ള ചിന്ത എപ്പോഴും ആവശ്യം ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, തേടിപ്പോണം. എവിടെയാണ് എന്നുള്ളത് തേടിപ്പോണം, ഇങ്ങോട്ടേക്ക് ഒരിക്കലും തേടി വരില്ല. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളാം. എന്ത് എനർജി ഇത്തിരി കുറയുന്നുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് അവിടെ ബ്രേക്ക് കൊടുക്കുക, വേഗം വേറെ എന്തെങ്കിലും എൻഗേജ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണും വരേക്കും താങ്ക് യു.